അറിവിന്റെ പൊന്നോണം ഇത്തവണ CC+നൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി CC+ വരുന്നു. ബാച്ച് സ്റ്റാർട്ടിംഗ് ഓൺ സെപ്റ്റംബർ 18. ഓഫറുകൾ അറിയുവാൻ വിളിക്കൂ 9496949929. ഓണപരീക്ഷയെല്ലാം കഴിഞ്ഞ് ഓണക്കോടിയും ഓണസദ്യയും ഓണക്കളികളുമായി കൂട്ടുകാരെല്ലാം ഓണത്തെ വരവേൽക്കാൻ തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ഈ ആഘോഷിക്കുന്ന ഓണം എന്താണ് നിങ്ങൾക്കറിയാമോ? ഓണത്തിന് പിന്നിൽ ഒരു ചരിത്രവുമുണ്ട്, ഐതിഹ്യവുമുണ്ട്. ഈ ഐതിഹ്യം ഞാൻ ആദ്യം പറയാം. ഐതിഹ്യം എന്താണ്? എല്ലാവർക്കും അറിയാവുന്ന ആ കഥയാണ് അല്ലെ. അസുര രാജാവായ വളരെ പ്രജാതൽപരനായ ഒരു രാജാവായിരുന്നു മഹാബലി. മഹാബലിയുടെ ഭരണത്തിൽ അസൂയ മൂത്ത ദേവന്മാർ മഹാവിഷ്ണുവിനെ കാര്യം ധരിപ്പിക്കുകയും മഹാവിഷ്ണുവിന്റെ അവതാരമായ വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നുള്ള കഥയൊക്കെ നമുക്കറിയാം. ഈ മഹാബലി വർഷത്തിൽ പ്രജകളെ കാണാനായി വരുന്ന ദിവസമാണ് ഓണമായി നമ്മൾ ആഘോഷിക്കുന്നത്. ഇതാണ് ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം. എന്നാൽ നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം. ചരിത്രത്തിൽ എന്താണ് പറയുന്നത്? ഓണം എന്ന് പറയുന്നത് ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. കൃഷിയെല്ലാം കഴിഞ്ഞ് വിളവെടുത്ത് പത്തായം നിറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത്. സമ്പൽ സമൃദ്ധിയുടെ ഈ ഒരു ഓണാഘോഷത്തിന്റെ ചരിത്രം ഒന്ന് നമുക്ക് നോക്കാം. സംഘകാലത്ത് കേരളം ഭരിച്ചിരുന്ന ചേര രാജാക്കന്മാരുടെ പ്രജകൾ രാജാക്കന്മാരെ കാണുന്നതിനായി അവർ വിളവെടുത്ത് കൊണ്ടുവന്ന വിഭവങ്ങളുമായി വന്നിരുന്നു. അതിന് പ്രധാന സ്ഥലം തൃക്കാക്കര ക്ഷേത്രമായിരുന്നു എന്നും ചരിത്രം പറയുന്നു. ഈ ഒരു ആഘോഷത്തിന്റെ പ്രജകൾ തങ്ങളുടെ രാജാവിനെ കാണാൻ വന്നതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഓണം ആഘോഷിക്കപ്പെടുന്നത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. തിരുവോണം മുതൽ, അതായത് കർക്കട മാസത്തിലെ തിരുവോണം മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം വരെ ഈ കാഴ്ചദ്രവ്യങ്ങളുമായി രാജാവിനെ കാണാൻ പ്രജകൾ വന്നിരുന്നു. എന്നാൽ അവസാന 10 ദിവസമായിരുന്നു ആഘോഷങ്ങളുടെ ദിവസം. അതാണ് ഓണമായി നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് എന്ന് ചരിത്രത്തിൽ പറയുന്നു. എന്നാൽ ഈ തൃക്കാക്കര ക്ഷേത്രം കേരളത്തിലെ ഏക വാമനമൂർത്തി ക്ഷേത്രം കൂടിയാണ്. എന്നാൽ ഇവിടെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, ഓണം എന്ന് പറയുന്നത് കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവം മാത്രമല്ല, ചരിത്രവും ഐതിഹ്യവും എല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ആഘോഷം കൂടിയാണ്. സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷങ്ങളുടെയും ഒത്തൊരുമയോടെയും ഈ ഒരു ഓണം എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും CC+ന്റെ ഓണാശംസകൾ.